കല്ലും പുല്ലും അടിച്ചു നടക്കുന്ന കുറെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അതല്ലടാ ആളത്ര വെടിപ്പല്ല ചിരിവശമാണ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് ഹൗസ് ഉണ്ടായിരുന്നല്ലോ, ഗ്യാങ് ഹൗസിൽ കുറെ കുണ്ടം പരിപാടികൾ, അവരെ പറ്റിയുള്ള വീഡിയോ ആണിത്. ഓക്കെ, നാട്ടിലിപ്പോ നമ്മളാണ് ചർച്ചാ വിഷയം, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കാണുക. ഈ കുണ്ടന്നൂർ ഗ്യാങ്ങിലുള്ളവന്മാരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ കല്ലും പുല്ലും അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പിന്നെ ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ ഒന്നുമില്ല. ആണെങ്കിൽ ആണ്, പെണ്ണെങ്കിൽ പെണ്ണ്, പട്ടിയെങ്കിൽ പട്ടി, ഈ സെറ്റപ്പാ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ കല്ലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഈ രീതിയിലാണ് പെരുമാറുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ആണാണെങ്കിൽ ആണ്. നമ്മൾ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ, മറ്റേ തൊപ്പി അന്ന് പുറത്തു വിട്ടൊരു വീഡിയോ. അതിനകത്തൊക്കെ കുറെ യാഥാർത്ഥ്യമുണ്ടെന്നേ. ആണോ? അതെ, ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള. ഇതേത് മരണം? ഓനെല്ലാം എന്തെല്ലോ കഥയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്ന് പറയുമായിരിക്കും. ഫസ്മിനെ വന്ന് പറയട്ടെ, അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഈ കണ്ട എല്ലാം പറയുന്നത് കേട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഫസ്മിനെ വന്ന് പറയട്ടെ എന്നാണല്ലോ നീ പറയണത്. ഫസ്മിനെ പറയട്ടെ, ഫസ്മിനെ പറയത്തില്ല എന്നുള്ള നിന്റെ ധാരണ തെറ്റി. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടമ്പടി എത്തിയോന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എൻ്റെ അടുത്ത് ഫസ്മിനെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം. ഓക്കെ, അതാദ്യം നീ കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വന്നിട്ട് പറയുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. എനിക്ക് സ്ത്രീകളുടെ മാത്രമല്ല താല്പര്യം, എന്റെ ഈ കൈ കൊണ്ട് ആരിലും ലഹരി പടർത്താൻ എനിക്ക് കഴിയും. ഐ ആം എ ബൈസെക്ഷൽ, യു നോ. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളിനെയും ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്റെ ഉമ്മ സത്യം. ഉറങ്ങി കിടക്കുമ്പം ഇവര് കിച്ചണില് ഞാൻ ആ ഇതിൽ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളല്ലാണ്ടായി പോവും. അങ്ങനെ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കൊന്ന് പറയാനുള്ളത്, മദ്യം വിഷമാണ്, അത് കഴിക്കരുത്. അല്ലടാ? അതെ. മമ്മു അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മമ്മുവിന്റെ കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക് ഷമീർ ഇങ്ങനെ പറയായിരുന്നു, തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അങ്ങനെ കുഴപ്പമായി തോന്നുന്നത്. ഷമീർ പറയുമായിരുന്നു, മമ്മുവേടാ നിന്നെ ഒറ്റി. എടാ സാമദ്രോഹി, നിനക്ക് ചില്ലറ കടിയൊന്നല്ലടാ. ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ എന്തോ കൊണ്ടുവരിക പരിപാടി നടത്തുക അതുണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് എത്തിക്സ് ഉള്ള മുനുവിന് മാത്രമേ ഉള്ളൂ. മുനു ഗേൾസ് ആയിട്ട് ഒരു ഇടപാടില്ല, ഡ്രഗ്സിന്റെ ഒരു ഇതുമില്ല, സിഗരറ്റ് പോലും വലിക്കത്തില്ല.